ഏപ്രിൽ 1 ഈജിപ്തിലെ വിശുദ്ധ മേരി. പാപമോചനത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും കരുണയുടെയും ഭവനമെന്ന നിലയിൽ സഭയുടെ ശക്തി പ്രകടമാക്കുന്ന അധികം അറിയപ്പെടാത്ത ഒരു വിശുദ്ധയാണ്. ഈജിപ്തിലെ വിശുദ്ധ മേരി 17 വർഷം വേശ്യയായിരുന്നു. അവൾ കുർബാന സ്വീകരിക്കുകയും ഒരു സന്യാസിയായി ജീവിതം തിരഞ്ഞെടുക്കുകയും ചെയ്തു. AD 344 ജനിച്ച ഈജിപ്തിലെ മേരി 12 വയസ്സുള്ളപ്പോൾ അലക്സാൻഡ്രിയ നഗരത്തിലേക്ക് മാറി വേശ്യയായി ജോലി ചെയ്തു. തൻ്റെ വ്യാപാരം തുടരുക എന്ന ഉദ്ദേശത്തോടെ അവൾ വിശുദ്ധ കുരിശിൻ്റെ മഹത്വത്തിൻ്റെ പെരുന്നാളിനായി ജെറുസലേമിലേക്ക് തീർത്ഥാടനം നടത്തുന്ന ഒരു വലിയ സംഘത്തിൽ ചേർന്നു. പെരുന്നാൾ ദിവസം തന്നെ മറ്റുള്ളവരെ പാപത്തിലേക്ക് ആകർഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സത്യകുരിശിൻ്റെ തിരുശേഷിപ്പ് വണങ്ങുന്നതിനായി പള്ളിയിലേക്ക് പോകുമ്പോൾ അവൾ ജനക്കൂട്ടത്തോടൊപ്പം ചേർന്നു. പള്ളിയുടെ വാതിക്കലെത്തിയപ്പോൾ അവൾക്ക് അകത്തേക്ക് കടക്കാനായില്ല. ഓരോ തവണയും അവൾ അടുത്തേക്ക് വരുമ്പോൾ ഒരു അത്ഭുത ശക്തി അവിടെ നിന്ന് അവളെ അകറ്റി. 3-4 തവണ അകത്തേക്ക് കയറാൻ ശ്രമിച്ച ശേഷം ഈജിപ്തിലെ മറിയം പള്ളിമുറ്റത്തിൻ്റെ ഒരു മൂലയിലേക്ക് മാറി പശ്ചാത്താപത്താൽ കരയാൻ തുടങ്ങി. അപ്പോൾ അവൾ പരിശുദ്ധ കന്യകയുടെ ഒരു പ്രതിമ കണ്ടു. തിരുശേഷിപ്പ് വണങ്ങുന്നതിനായി പള്ളിയിൽ പ്രവേശിക്കാനുള്ള അനുവാദത്തിനായി അവൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. പള്ളിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചാൽ ലോകത്തെയും അതിൻ്റെ വഴികളെയും ഉപേക്ഷിക്കുമെന്ന് അവൾ കന്യകാമാതാവിനോട് വാഗ്ദാനം ചെയ്തു. ഈജിപ്തിലെ മേരി പള്ളിയിൽ പ്രവേശിച്ച് തിരുശേഷിപ്പ് വണങ്ങി. മാർഗനിർദ്ദേശത്തിനായി പ്രാർത്ഥിക്കുന്നതിനായി പുറത്തുള്ള പ്രതിമയിലേക്ക് മടങ്ങി. ജോർദാൻ നദി കടന്ന് വിശ്രമിക്കണമെന്ന് പറയുന്ന ഒരു ശബ്ദം അവൾ കേട്ടു. അവൾ പുറപ്പെട്ടു. വൈകുന്നേരം അവൾ ജോർദാനിലെത്തി സെയിൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റിന് സമർപ്പിച്ചിരിക്കുന്ന പള്ളിയിൽ ദിവ്യബലി സ്വീകരിച്ചു. അടുത്ത ദിവസം അവൾ നദി മുറിച്ചു കടന്ന് മരുഭൂമിയിലേക്ക് പോയി. അവിടെ അവൾ 47 വർഷം ഒറ്റയ്ക്ക് താമസിച്ചു. തുടർന്ന് തൻ്റെ നോമ്പുകാല റിട്രീറ്റ് നടത്തുമ്പോൾ സോസിമസ് എന്ന പുരോഹിതൻ സന്യാസിയെ കണ്ടെത്തി. അടുത്ത വർഷത്തെ വിശുദ്ധ വ്യാഴാഴ്ച ജോർദാൻ്റെ തീരത്തേക്ക് മടങ്ങാനും അവളുടെ കൂട്ടായ്മ കൊണ്ടുവരുവാനും അവൾ അവനോട് ആവശ്യപ്പെട്ടു. പുരോഹിതൻ വാക്ക് പാലിച്ച് കുർബാന വഹിച്ചുകൊണ്ട് മടങ്ങി. അടുത്ത വർഷം വീണ്ടും വരാൻ മേരി അവനോട് പറഞ്ഞു. അവൻ അവളെ ആദ്യം കണ്ടുമുട്ടിയ സ്ഥലത്തേക്ക്. 1 വർഷത്തിന് ശേഷം സോസിമസ് തിരിച്ചെത്തിയപ്പോൾ മേരിയുടെ മൃതദേഹം കണ്ടെത്തി. 1 വർഷം മുമ്പ് AD 421 വിശുദ്ധ കുർബാന സ്വീകരിച്ച രാത്രിയിൽ തന്നെ അവൾ മരിച്ചു എന്ന പ്രസ്താവനയ്ക്കൊപ്പം അവളെ സംസ്കരിക്കണമെന്ന് രേഖാമൂലമുള്ള അഭ്യർത്ഥന അതിനരികിൽ ഉണ്ടായിരുന്നു.